അല്ല, ഞാനിന്ന് ഒരു തിരുവനന്തപുരത്തുനിന്നാന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞില്ല, ഇതൊരു വിപ്ലവമായി മാറും എന്ന് ഞാൻ പറഞ്ഞില്ലേ. ആ പറഞ്ഞതിൽപ്പെട്ടാണ് ഇതൊക്കെ ഇതിലുണ്ട്. കേരളത്തിലെ യുവാക്കൾ ഒന്നാമത് വളരെ അപ്സെറ്റാണ്. കാരണം കേരളത്തിൽ നിന്ന് യുവാക്കൾ വിദ്യാഭ്യാസത്തിനും തൊഴിലിനുമായിട്ടാണ് വിദേശത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു വിഷയം ഗൗരവമായി അഡ്രസ്സ് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ വാദഗതികൾ നിരത്തിയിട്ട് അതിനെ ആ പറയുന്ന യാഥാർത്ഥ്യത്തെ മറികടക്കാനാണ് ഗവൺമെൻറ് കഴിഞ്ഞ കുറേ കാലങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ വസ്തുത അതല്ല. കേരളത്തിലെ യുവാക്കളെ സംബന്ധിച്ച് എല്ലാവർക്കും ഇപ്പോൾ യു കെയിലും ഈ പറയുന്ന വിദേശത്തും അമേരിക്കയിലും കാനഡയിലും ഒന്നും പോയി പഠിക്കാൻ പണം മുടക്കാനുണ്ടാവില്ല. ഈ പോകുന്ന കുട്ടികളിൽ തന്നെ മഹാഭൂരിപക്ഷവും താമസിക്കുന്ന സ്വന്തം വീടും പോലും ബാങ്കിൽ പണയം വെച്ച് അങ്ങോട്ട് പോകുന്നത്. കാനഡ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ സ്ഥിതി മോശമായിക്കൊണ്ടിരിക്കുകയാണ്. വിദേശികളെ ആക്സെപ്റ്റ് ചെയ്യുന്നതിന് ഗവൺമെൻറ്റുകൾ മടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ തന്നെ എൻ്റെ ഒരു സിസ്റ്റർ മോനും എൻ്റെ ജ്യേഷ്ഠൻ്റെ മോനും മടങ്ങിയെത്തിയിട്ടുണ്ട്. ഞാൻ അവരവിടെ കണ്ടപ്പോൾ ഞാൻ അവിടെ വിട്ടു. കാരണം അവരിപ്പം 2-3 വർഷമായിട്ട് അവിടെ ഉള്ളവരാണ്. ഇപ്പോൾ 2 മാസം മുമ്പേ അവർ പോയിട്ടുള്ളൂ. അപ്പോൾ എന്താ പെട്ടെന്ന് വന്നാണ്. ഇപ്പോൾ അവർ തമാശി പറഞ്ഞല്ലേ, ഞങ്ങൾ പ്രസംഗം കേൾക്കാൻ വന്നത് കാനഡയിൽ നിന്ന് ചോദിച്ചു. അത് ശരിയെന്ന് പറഞ്ഞു. അപ്പോൾ രാത്രി ഇവിടെ വന്ന് കാര്യം അന്വേഷിക്കുമ്പോഴാണ് കാര്യങ്ങൾ മോശമാണ് അവിടെ. കാരണം ഈ തള്ളിക്കയറ്റം, വിദ്യാർത്ഥികളുടെ ഈ തള്ളിക്കയറ്റം, അവിടെയൊക്കെ ജനസംഖ്യ കുറഞ്ഞ് വളരെ സമാധാനമായിട്ട് ജീവിച്ചിരുന്ന നാടുകളിൽ നമ്മുടെ കുട്ടികളുടെ ഈ തള്ളിക്കയറ്റത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ കെട്ടിടങ്ങളും ഫുള്ളാവുന്നു. അവിടുത്തെ കനേഡിയൻസിന് വാടക കിട്ടിയിരുന്ന ഫ്ലാറ്റുകൾ അതിൻ്റെ ഇരട്ടി വാടക കൊടുത്താൽ പോലും ഇപ്പോൾ കിട്ടാനില്ല. അതുപോലെ തന്നെ ഡിമാൻഡ് കൂടിയപ്പം വിലയും ഭയങ്കരമായിട്ട് വർദ്ധിച്ചു. അപ്പോൾ അവിടെയൊക്കെ ഒരു ബാങ്കിൻ്റെ എക്കോസിസ്റ്റത്തിലാണ് കാര്യങ്ങൾ വർക്ക് ചെയ്യുക. ഇത്ര ശമ്പളം, അതിന് ഒരു വീട് വാങ്ങുകയാണെങ്കിൽ ഇത്ര പേയ്മെൻറ്റ്, വീട്ടു ചെലവ് ഇത്ര, അത് ആ പേയ്മെൻറ്റിനോടുമായി ബന്ധപ്പെട്ടിട്ട് ആണ് ഇവരുടെ എന്താ പറയുക ബാങ്കിങ് സിസ്റ്റവും പോലെ ലൈഫ് സ്റ്റൈലും ഒക്കെ ഇതാകുന്നു. ശമ്പളം ആർക്കും വർദ്ധിച്ചിട്ടില്ല അവിടെ ഉള്ളവർക്ക്. പക്ഷേ എന്തായി, എല്ലാം ഡബിൾ ഗെയിമിലേക്ക് പോയി. മറ്റൊരു സംഗതി, ഈ പിള്ളേർ തന്നെ പാർട്ട് ടൈമായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ അവരുടെ ജോലി സാധ്യതയും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഭയങ്കര ഒരു റെസിസ്റ്റൻസ് യു കെയിലൊക്കെ ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ. അപ്പോൾ ഈ പറഞ്ഞ യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ ഇതിനെതിരെ വലിയ റെസിസ്റ്റൻസ് വരാൻ പോവല്ല, ഓൾറെഡി ഇറ്റ് ഈസ് സ്റ്റാർട്ടഡ്. അപ്പോൾ ഈ കടം വാങ്ങി പോയവരൊക്കെ തിരിച്ചു വരേണ്ട അവസ്ഥാവിശേഷം ഉണ്ടാവും.